ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന തക്കാളി ഉപയോഗിച്ച് പച്ച തക്കാളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, പച്ച തക്കാളി തോരൻ. പലരും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും, ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും. ഇൻസ്റ്റന്റ് തക്കാളി തോരൻ എന്ന് വേണമെങ്കിലും പറയാം. ഞാനിത് ഉണ്ടാക്കാറുള്ളത് നമ്മുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ബാക്കി ചെടിയിൽ അവശേഷിക്കുന്ന തക്കാളിയൊക്കെ ഉപയോഗിച്ചാണ്. മറ്റൊന്നും കൊണ്ടല്ല, വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും. ആദ്യമൊക്കെ ഉണ്ടാകുന്ന തക്കാളി നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ തോന്നാറില്ല, കാരണം പഴുപ്പിക്കാനായിട്ട് നമ്മൾ നിർത്തുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വിളവെടുപ്പിന് ശേഷം വരുന്ന തക്കാളികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഞാനിവിടെ. ഒരുപാട് തക്കാളിയൊക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി കൂടാതെ എടുത്തിരിക്കുന്നത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് തേങ്ങ, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇത്രയുമായ നമ്മുടെ തോരനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സിമ്പിൾ റെസിപ്പി എന്ന് കൂടി പറയാം. അല്പം പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ തോരൻ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. നമുക്ക് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ തോരൻ റെഡിയാക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണല്ലോ എപ്പോഴും ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ മുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തക്കാളി ഇട്ട് കൊടുക്കാം. തോരനായതുകൊണ്ട് ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. സാധാരണ എല്ലാ തോരനും പച്ചക്കറികൾ അരിയുന്നത് പോലെ തന്നെ. പിന്നീട് കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് അരച്ചെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തക്കാളിക്ക് കുറച്ച് വേവ് വേണ്ടി വരും, അതുകൊണ്ടാണ് ആദ്യമേ ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം തേങ്ങയിട്ട് കൊടുക്കുന്നത്. പിന്നീട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും മൂടി വയ്ക്കാം. പച്ചത്തക്കാളി ആയതുകൊണ്ട് ഉപ്പ് കുറച്ചധികം വേണ്ടി വരും, സാധാരണ തോരൻ ഉണ്ടാക്കുന്നതിനേക്കാൾ. അതുപോലെ തന്നെ ഞാനിവിടെ മഞ്ഞൾ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും തോരൻ ഉണ്ടാക്കി വരുമ്പോൾ ഒരു ചെറിയ മഞ്ഞപ്പ് കാണും. മഞ്ഞൾ ചേർത്തും ചെയ്യാം, പക്ഷെ മഞ്ഞൾ ഇല്ലാതെ ചെയ്യുന്നതിനാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നീട് മൂടിയെല്ലാം ഒന്ന് തുറന്നു നോക്കി വെന്തോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത്തരത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നത്. ശൈത്യകാലത്തെ വിന്റർ സീസണിലെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. നമുക്ക് കടകളിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ തക്കാളി വളർത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്നതും ഒരു പ്രത്യേകത തന്നെയല്ലേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ പച്ച തക്കാളി തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടൊമാറ്റോസ് കൊണ്ടുള്ള ഡിഫറെൻറ്റ് റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും. നമ്മൾ സ്വന്തം കൃഷി ചെയ്ത് ഇതുപോലെയൊക്കെ നമ്മൾ വിളവെടുത്തുണ്ടാക്കുമ്പോൾ അതിനുള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.